ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അങ്ങനെ 10 കൊല്ലത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. വിഷ്ണു ഒരു ഹായ് പറ. റൌഫ് ഒരു ഹായ്. ഇത്ര നേരം ഞങ്ങൾ വണ്ടിയിലായിരുന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. സുഹിത ഒരു ഹായ്. അപ്പം നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. റൌഫ്, നീ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ കഴിക്കാൻ? പഴംപൊരി. സുഹിത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? പുട്ട്. ഞങ്ങൾ പുട്ടും വറുത്തരിച്ച ചിക്കനാണ് കഴിക്കുന്നത്. റൌഫ് വെള്ളം കുടിച്ചത്. റൌഫ് വെള്ളത്തിന്റെ റിവ്യൂ പറ. ചൂട് കുറവാണ്. വിഷ്ണു ചൂടുള്ള വെള്ളം ചോദിച്ചിട്ടുണ്ട്. ഇത് കേട്ടിട്ട് എനിക്ക് ചൂടാവുന്നുണ്ട്. റൌഫിന്റെ പഴംപൊരി വന്നിട്ടുണ്ട്. റൌഫ് പഴംപൊരി കഴിച്ചിട്ട് റിവ്യൂ പറ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ? കൊള്ളാം. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ആവി പാർന്ന പുട്ടും നല്ല ചൂട് ചിക്കൻ കറിയും വന്നിട്ടുണ്ട്. സുഹിത്ത് പുട്ടിൽ തേങ്ങ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തേങ്ങയില്ലാന്ന് സുഹിത്ത് പറയുന്നത്. സുഹിത്തെ നല്ല ഫുഡല്ലേ? അടുത്ത വിഷ്ണു കഴിച്ചു നോക്കുകയാണ്. വിഷ്ണു കഴിച്ചിട്ട് ജെന്യുവൻ ആയിട്ടുള്ള റിയാക്ഷൻ തരണം കേട്ടോ. ആ നന്നായിട്ടോ? താങ്ക് യു. നമ്മളിപ്പോൾ ഉള്ളത് ആലത്തൂരുള്ള മലബാർ വൈറ്റ് ഹൗസ് എന്നുള്ള ഹോട്ടലിലാണ്. ഞാനും കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിരുന്ന റൌഫ് ഇതായി ഇപ്പം അപ്പം പറഞ്ഞിട്ടുണ്ട്. റൌഫ് അപ്പം കഴിച്ചിട്ട് അപ്പത്തിൻ്റെ റിവ്യൂ പറയണം. റൌഫ് വീട്ടിൽ നിന്ന് പത്തിരിയും ചിക്കനൊക്കെ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പഴംപൊരിയും കയറ്റി. റൌഫ് എന്തായാലും അപ്പം കൂടെ കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ എന്ന് പറയണേ. അപ്പത്തിൻ്റെ സൈഡിലേക്ക് റൌഫ് വറുത്തരച്ച് ചിക്കൻ കറി ഒഴിച്ചിട്ടുണ്ട്. കാണുമ്പോൾ എനിക്ക് അപ്പം കഴിക്കാൻ തോന്നുന്നുണ്ട്. ചിലപ്പോൾ റൌഫിൻ്റെ പകുതി അപ്പം ഞാനിങ്ങ് എടുക്കും. നന്നായിണ്ടാ? അടിപൊളി. അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു? സുഹിത്ത ഫുഡ്? റൌഫ് കോളിലാണ്. എന്തായാലും നല്ല ഫുഡായിരുന്നു. ഇനി നേരെ വിടുക. ഇപ്പോൾ സുഹിത്തായിരുന്നു ഇത്ര നേരം വണ്ടി ഓടിച്ചു. ഇപ്പോൾ റൌഫ് ഇതാ ഓടിക്കുന്നുണ്ട്. റൌഫ് സെറ്റല്ലേ? സുഹിത്ത വിഷ്ണു എന്താ ഉറങ്ങാനുള്ള മൂടാണോ? വിഷ്ണു ഉറങ്ങാനുള്ള മൂടാണ്. എന്തായാലും നമ്മളിതാ ചെറിയ മഴയുണ്ട്. നമ്മളിനി അടുത്ത സ്ഥലത്ത് കാണിച്ചു തരാം. നമ്മളങ്ങനെ ആദ്യത്തെ ടോളിലെത്തിയിട്ടുണ്ട്. ഇതെവിടെയാ റൌഫ് സ്ഥലം? വടക്കഞ്ചേരി ടോളിലാണ്. നമ്മളെ മുന്നിലൊരു സ്വിഫ്റ്റ് പോകുന്നുണ്ട്. നമ്മളങ്ങനെ കുതിരാനിലെത്തി. കുതിരാനിലൂടെയുള്ള യാത്രയാണ്. റൌഫേ ഇവിടെ വേറൊരു വ്ളോഗ് പോയിക്കൊണ്ടിരിക്കുന്നു. സുഹിത കുതിരാൻ ലൈറ്റ് ഇല്ല. ഇവിടെ സുഹിത്തും വിഷ്ണുവും കുതിരാനിൽ കൂടെ ആദ്യത്തെ യാത്രയാണ് സുജിത്തിന്റെ. രംഗം കഴിഞ്ഞു. സുഹിത എങ്ങനെ ഉണ്ടായിരുന്നു കുതിരാൻ? അടിപൊളി. ആദ്യ ടോളിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ടോളിലെത്തി. പാലിയേക്കരയില് ടോള് പിരിക്കാത്തൊരു സമയത്ത് നമ്മൾ എത്തിയിരിക്കുന്നത്. നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? 2 വാക്ക്. എന്നും ഇതുപോലെ ടോള് പിരിക്കാതിരിക്കട്ടെ ഇവിടെ എന്നാണ് നമ്മളെ ആഗ്രഹം. സുഹിത്തൊക്കെ ഉറങ്ങി പോകുന്നത്. വിഷ്ണു ഹായ്. ഓക്കെ, നമ്മൾ വീണ്ടും യാത്ര. കൊള്ളാം. റൌഫ്
ഫുള്ള് നിയമം നോക്കി കറക്റ്റ് രീതിയിലാണ് പോകുന്നത്. ഡ്രൈവിങ്ങില് റൌഫിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. റൌഫ് പ്രോ റൈഡറാണ്. അല്ല റൌഫിന് ഡ്രൈവിംഗ് കാരനെ പുട്ടൊക്കെ തേച്ചു. വിശക്കുന്നില്ലേ? എല്ലാം അവിടെ എത്തിയിട്ട് ഒരു സ്റ്റോപ്പും ഇല്ല. എന്താ ഒരു ചായ ഇത്ര നീ മറ്റേ എന്താണ് കോഴിമുട്ടയും പഴം മുഴുങ്ങിയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടാ വന്നിരിക്കണേ. പത്തിരിയും പോരാത്തതിന് 2 അപ്പവും അല്ലേ? പിന്നെ വീണ്ടും ഒരു പഴം. പുട്ട് തേച്ചറാ. ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. ബിരിയാണിയോ മന്തിയോ അല്ലേ വേണ്ടേ? കുടിച്ചാ മതി. ചായ മതില്ലേ? അപ്പൊ ചായ ഒരു ചായക്കട കാണുമ്പോ ചവിട്ടണം കേട്ടാ. റൌഫ് ഷോ തുടങ്ങി. റൌഫ് വണ്ടി ഓടിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ സ്ഥലത്താണ്ട് നിർത്തൂല. അങ്ങനെയാണ് റൌഫിന്റെ രീതി. എന്തായാലും നമുക്ക് നോക്കാം റൌഫ് ചായക്കടയിൽ നിർത്തുമല്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചായക്കടയിൽ നിന്ന് ഇതിന്റെ ബാക്കി വീഡിയോ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയിൽ ഇങ്ങനെ കാണാം. റൌഫേ നിന്നിൽ പ്രതീക്ഷിക്കുന്നു ചായക്കടയിൽ നിർത്തുന്നു. ഒടുക്കത്തെ ബ്ലോക്കാണ് ചാലക്കുടി എത്തിയപ്പോ. എന്തോ വണ്ടി മറന്നിട്ടുണ്ടെന്നാ പറയണേട്ട്. അപ്പം പട കടന്നിട്ട് പൊട്ടങ്ങളി കളിക്കുന്നുണ്ട്. ചാലക്കുടി 2 ലോറികൾ ഇടിച്ചിട്ടുണ്ട്. ക്രെയിന് വന്നാലേ മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത്. ആകെ ബ്ലോക്കാണ്. കുടുങ്ങി. ചാലക്കുടി പോണവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. വീഡിയോ മറ്റന്നാളെ ചാലക്കുടി പോകുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നാണ് സുഹിത്ത് പറയുന്നത്. പക്ഷെ വീഡിയോ നമ്മൾ മറ്റന്നാളെ ഇടും. നമ്മള് ഇതാ മാപ്പ് നോക്കി വന്നു കഴിഞ്ഞപ്പോ ഇതാ ഒരു കൊക്കയിലെത്തിണ്ട്. മാപ്പ് ഇട്ട് നമ്മളെ സുഹിത്താണ്. സുഹിത്ത് മാപ്പ് പറയുന്നുണ്ട്. സോപ്പും തോർത്തൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ അടിപൊളി ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല. സുഹിത്ത് മാപ്പ് ഇട്ടിട്ട് വേറെ എവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. കഴിച്ച ഫുഡൊക്കെ തയ്ച്ചു. ചെറിയൊരു പുട്ടിന്റെ കഷ്ണം തയ്ച്ചു. ആർക്കെങ്കിലും ചോക്ലേറ്റ് വേണോ? ചോക്ലേറ്റ് അങ്ങനെ ചോക്ലേറ്റ് കിട്ടി വേണ്ട വെച്ചു. ഷുഗർ കട്ട് ആയതുകൊണ്ട് റൌഫ് ചായ പിടിക്കാൻ നിർത്താറിട്ട് ഇതുവരെ വണ്ടി നിർത്തിയിട്ടില്ല. അതെ അതെ. പിന്നെ കറക്റ്റ് മാപ്പ് ഇട്ടുകൊണ്ട് നമ്മള് കുറച്ച് നീന്തിയിട്ടൊക്കെയാണ് എത്തിയത്. നമ്മളങ്ങനെ ആലുവെത്തിയപ്പോ നമ്മളോട് ഒരാളും കൂടെ ജോയിൻ ചെയ്തു. ബിഷാറെ ഹായ്. ബിഷാറ് സുഹിത്തിനെ കണ്ട എക്സൈറ്റ്മെന്റിലാണ്. നമ്മൾ ഏകദേശം അരമണിക്കൂറിലെത്തും. പക്ഷെ അപ്പോഴേക്കിനും ഒടുക്കത്തെ മഴയാണ്. റൌഫ് ദാ 100 വിട്ടോണ്ടിരിക്കുകയാണ്. അല്ല 100 വിട്ടാ പലതും ലീക്കാവും. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കാം. സമയം ഇപ്പൊ എത്രയാണ്? സമയം 1:20 വിശക്കുണ്ട്. നോക്കട്ടെ എത്തിയിട്ട് നോക്കാം. വെറും ഫുഡടി മാത്രമാണ് നമ്മളുടെ വ്ളോഗിലുള്ളത്. അതെ അതാണല്ലോ പ്രധാനം. രാവിലെ കഴിച്ചൊക്കെ തയ്ച്ചു. റൌഫാണെങ്കിൽ ഇനി അടുത്ത സ്ഥലം എത്തിയിട്ട് വണ്ടി എടുത്തുന്ന പറയുന്നത്. ഇടയ്ക്ക് ചായക്ക് നിർത്താൻ പറഞ്ഞപ്പോ നിർത്തിയില്ല. ഭയങ്കര ചവിടായിരുന്നു. ഒടുക്കത്തെ ട്രാഫിക്കുമാണ്. നോക്കാം അടുത്ത സ്ഥലം എത്തിയിട്ട് ഫുഡ് എന്തെങ്കിലും വാങ്ങണം. ഞങ്ങള് ചെങ്ങമ്മനാട് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഫുഡ് കഴിക്കാണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഇല ബിരിയാണി ഉണ്ടെന്ന് ബോർഡ് ഉണ്ട്. അപ്പൊ എന്നാ കഴിക്കുക വിചാരിച്ച് ഫുഡ്. അപ്പൊ നമ്മള് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട്? സാർ എങ്ങനെയുണ്ട്? കൃഷ്ണ കഴിച്ചു നോക്കുന്നു. പോരാ. ഓക്കെ ആർക്കും വലിയ താല്പര്യമായിട്ടില്ല. ഞാൻ എന്നാ കഴിച്ചു നോക്കട്ടെ. ഫുഡ് കഴിച്ച് ഇറങ്ങി. നല്ല ശോകം ഫുഡായിരുന്നു. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? സത്യം വളരെ ശോകം. രാവിലത്തെ ഫുഡും ഉച്ചത്തെ ഫുഡിന്റെയും ക്വാളിറ്റി ഡിഫറൻസും ഒക്കെ തന്നെ 700 വെച്ചിട്ട് കൊടുത്തത്. പക്ഷെ നമുക്ക് ഒരു ഡിഫറൻസ് ആണ് മനസ്സിലായി. നോട്ട് ഹാപ്പി. പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. ഇതിന്റെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്പോട്ടാണ്. എല്ലാവരും ഇതാ ചില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് സ്റ്റേ. അങ്ങനെ വൈകുന്നേരമായി. ഞങ്ങൾ ഇത്ര നേരം ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു. നല്ല മഴയായിരുന്നു. ഇനി ഫുഡ് കഴിക്കാൻ പുറത്ത് പോകണം. ആകെ ടയർഡായി. ഈവനിങ് ആയി. ഞാൻ എന്തായാലും സ്റ്റേയുടെ
ഈവനിങ് ഉള്ളത് കാണിച്ചു തരാം. ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായി ഉള്ള വ്യൂ. അപ്പോൾ എന്തായാലും ഓക്കെ, ഞങ്ങളിനി ഫുഡൊക്കെ കഴിച്ച് രാത്രി കുറച്ച് ചില്ലടിച്ചിട്ട് ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓക്കെ, ബായ്. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. താങ്ക് യു. റൗഫ് ഇതാ മീൻ പിടിക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. റൗഫേ, എക്സ്പീരിയൻസ് ഉണ്ടോ മീൻ പിടിച്ചിട്ട്? എന്താണ് ഇതിൻ്റെ തീറ്റ? എന്താ കാണിച്ചു തരൂ. റൗഫ് തൻ്റെ കഴിവ് തെളിയിച്ചു. ഒരു ചെറിയ മീനിനെ കിട്ടി, പക്ഷേ ചെറുതായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വിട്ടു. വേറെ ഇനി വലുതൊന്നും കിട്ടും തോന്നുന്നില്ല. ചിലപ്പോൾ ഞങ്ങളിതിവിടെ വെച്ച് നിർത്തും. അപ്പോൾ എന്തായാലും ഓക്കെ.